ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഒരു ഡസ്റ്റ് ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യം ഒരു പേപ്പർ എടുക്കണം, എന്നിട്ട് ആദ്യം പെന്ന് വയ്ക്കണം. ഈ പേപ്പർ സ്റ്റൂ നമ്മൾ റോൾ ചെയ്യില്ല, അതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്താൽ മതി. ആ പെന്ന് അതിൻ്റെ അടി വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പെന്ന് ഊറ്റിയിട്ട് കൈ വെച്ചിങ്ങനെ മെല്ലെ 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 റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. വല്ല മിസ്റ്റേക്ക് ഉണ്ടാകാൻ നിങ്ങൾ ക്ഷമിക്കണം. ആദ്യത്തെ ആർട്ട് വീഡിയോ ആണ്, വല്ല മിസ്റ്റേക്ക് ഉണ്ടാകാൻ ക്ഷമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് ലാസ്റ്റ് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനെ ഇപ്പോൾ ഇതാ നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക ഫെവിക്കോൾ വെച്ച്. അപ്പോൾ ആദ്യം ഇടുന്ന മിസ്റ്റേക്ക് ഉണ്ടാക്കുക, വീണ്ടും വീണ്ടും പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടാക്കുക. നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതായി റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അറ്റം വരുന്ന നമ്മളെ ഈ പേപ്പർ സ്റ്റോറിൽ അറ്റമുള്ള ഇങ്ങനെ കൂർത്തിരിക്കണ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കൂർത്തിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ വേണ്ട കുറേ സ്ട്രോസിന് അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ അറ്റം എല്ലാം കട്ട് ചെയ്ത് അതേപോലത്തെ കുറേ സ്ട്രോസ് ഒരു 8-10 കുറേ ഒരു 20 എണ്ണമെങ്കിലും മാക്സിമം വേണം. 20 എത്ര വേണമെങ്കിൽ ഒരു 60 അങ്ങനെ വേണം കേട്ടോ. 60-20 അത്രയും വേണം. പിന്നെ വേണ്ട ഇത്രയും കുഞ്ഞ് സൈസിൻ്റെ കുറച്ചും കൂടെ ചെറിയൊരു വലിപ്പം കൂടെ ഉള്ള ആ ഒരു വലിയ എടുത്തിട്ട് കട്ട് ചെയ്യാം. സ്ട്രോസ് ഇങ്ങനെ ഒന്ന് അതേപോലത്തെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു പെൻ ഹോൾഡറാണ്. പെൻ ഹോൾഡർ മീൻസ് പെൻസിൽ ഇതൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ഇതാണ്. വന്ന് വേണ്ട അതെല്ലാം സൈസിനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും സൈസിനായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. സൈസിനെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന താമരയില്ല, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ രണ്ടും എടുത്തിട്ട് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പശ എടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് ഉണ്ടൊക്കെ ഇടാം. അപ്പോൾ ഇനിയും നല്ല നല്ല ആർട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം. ഈ താമര ഉണ്ടാക്കിയ ഫ്ലവർ അതിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഈ ഒരു ഇതിട്ടിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇതങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കാം. അപ്പുറത്തെ ആ സൈഡിൽ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞതിനെ വേറെ നിങ്ങളായിപ്പോവും. എനിക്ക് തൊണ്ടയാണെങ്കിൽ കുറച്ച് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വല്ലതും പറയുന്നതായിരിക്കും. ചുമ്മാ നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന വല്ലതും പറയുന്നതായിരിക്കും. അയ്യോ ഗൈസ്, നിങ്ങൾ എന്തായാലും ഒട്ടിക്കുമ്പോഴത്തേക്ക് ഉണങ്ങാൻ വെക്കും കേട്ടോ. 5 മിനിറ്റ്. ഞാൻ അത് ഉണങ്ങാൻ വെച്ചില്ല. അപ്പോഴത്തേക്ക് എടുത്ത് കാണിക്കാൻ പോയി ഫ്രെയിമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഇളകിപ്പോയി. ഇപ്പോഴേ ഉണക്കാൻ വെച്ചു. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ഗ്ലൂ വെച്ചിട്ട് ഇത് ഏറ്റവും നല്ലതായിട്ട് വരുമ്പോൾ പേപ്പർ സ്റ്റോ വേണം. പേപ്പർ സ്റ്റോ ഇല്ലാത്തവർക്ക് ഇങ്ങനെ എടുത്ത് ഒട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ പേപ്പർ സ്റ്റോ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉള്ളവർക്ക് അത് വെച്ച് ചെയ്താൽ മതി. എല്ലാത്തവർക്കാണ് കേട്ടോ ഈ പേപ്പർ വെച്ച് ഇങ്ങനെ ചുരുട്ടി ചെയ്യുന്ന പരിപാടിയുള്ള. വേണ്ട വീണ്ടും ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ പശ വെച്ച്. അപ്പോൾ ഗൈസ്, ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഇടേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടാൻ വന്നത്. പക്ഷേ
ഇത് 1 മിനിറ്റ് വരെ ഷോർട്ട് വീഡിയോ പറ്റത്തുള്ളൂ. ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് നേരമായിപ്പോൾ അതിനെ വെച്ചിട്ട് ലോങ് വീഡിയോ ഇട്ടില്ല. അതിന് ഷോർട്ട് വീഡിയോ ആണ് ഇടാൻ ഏറ്റവും താല്പര്യം കൂടുതൽ. പക്ഷേ ലോങ് വീഡിയോ ആയിപ്പോയി കേട്ടോ ഇത്. അപ്പം നിങ്ങൾ ലോങ് വീഡിയോ കണ്ടോ? ഇത് ഷോർട്സ് അല്ല, ലോങ് വീഡിയോ ആണ്. താങ്കൾ 2 സൈഡിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗൈസ്, എൻ്റെ ഡെസ്കൊക്കെ അങ്ങനെ ക്ലീൻ ഒന്നുമല്ല. എൻ്റെ പണ്ടത്തെ ഡെസ്ക്കാണ്. ഇനി ഞാൻ പുതിയ വീഡിയോ വയ്ക്കുമ്പോഴത്തേക്ക് പുതിയൊരു നല്ല ഡെസ്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതെല്ലാവരും കാണാം. ഇപ്പോഴല്ല, കുറച്ച് മാസങ്ങൾക്ക്, ഇനി 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഒക്കെ വയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പുതിയ ഡെസ്കൊക്കെ വാങ്ങും. അപ്പോൾ അതിലായിരിക്കും മൂത്ത വീഡിയോസ്. അപ്പോൾ ഇപ്പോൾ താണ്ട ഈ ഒരു പഴയൊരു ഡെസ്കിലാണ് ഞാൻ ചെയ്യുന്നത്. പഴയ ഡെസ്കല്ല, കുറച്ച് മുമ്പേ വാങ്ങിച്ചൊരു ഡെസ്ക്കാണ്. പക്ഷെ നമുക്ക് പൊടി പിടിച്ച് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണ മുമ്പേ ഇതൊക്കെ ഡെസ്കൊക്കെ പൊടിയൊക്കെ മാറ്റി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് വൈറ്റ് കളർ ഡെസ്ക്കാണ്. അതെല്ലാവർക്കും അതായിരിക്കും. ഒരുപാട് ഇങ്ങനെ ആർട്ട് യൂട്യൂബ് ചാനൽസിൽ ഞാൻ വൈറ്റ് കളർ ടേബിളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ വൈറ്റ് കളർ ടേബിൾ വയ്ക്കണമെന്ന്. പക്ഷേ ഇപ്പം ആയിട്ടുള്ള പൈസ എനിക്കില്ല കേട്ടോ. അപ്പം പുതിയ വീഡിയോ വയ്ക്കുമ്പോഴത്തേക്ക് വേറെ വാങ്ങും. അപ്പം നമുക്ക് നല്ല ഡെസ്ക് വർക്ക് ചെയ്തൊരു വീഡിയോ ഇടാം കേട്ടോ. ഇപ്പം നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ആദ്യമേ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ചെയ്യാമെന്ന്. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണം, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചുണ്ട്. നമ്മൾ വിഷയത്തിന് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, കത്തിരിക്ക വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാം വെച്ച് നോക്കിയാണ് ശരിയായിരുന്നു. അപ്പോൾ ഇനി മനസ്സിലായി ഒരു ലെയറും കൂടെ വേണമെന്ന്. അങ്ങനെ ഞാൻ ഒന്നും കൂടെ പേപ്പർ സ്ട്രോ എടുത്ത് ഉണ്ടാക്കി ഒന്നും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഒരു ലെയറും കൂടെ ഞാൻ അതേപോലെ ഒട്ടിച്ചു കൊടുത്ത്. ഞാൻ കത്തിരിക്ക വെച്ച് നോക്കിയപ്പോഴാണ് ഒരു ലെയറും കൂടെ വേണമെന്ന് തോന്നിയത്. അങ്ങനെ ഒരു ലെയറും കൂടെ വെച്ച് കൊടുത്തു. ഒരു ലെയറും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ഉണങ്ങാൻ വെക്കണം. ഉണങ്ങാൻ വെച്ചില്ലെങ്കിൽ എല്ലാം തകിട് പൊടിയാവും. അപ്പോൾ നമ്മൾ ഉണങ്ങാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയും നല്ല നല്ല ആർട്ടായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ലൈക്ക് ബട്ടൺ കൂടെ അടിച്ച് പൊട്ടിക്കുക. ഗൈസ്, സൂപ്പർ അല്ലേ ഗൈസ്? ഒരു ഡെസ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ലാബ് ഇടയ്ക്ക് പൊട്ടിപ്പോയി, അങ്ങനെ ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.